ടണൽ അഗ്രോഫാം നഴ്സറി, ചെറുവാഞ്ചേരി. ഭൂഗർഭജല വിതാനം കുറയാതെ നിലനിർത്താനുള്ള പദ്ധതികൾക്ക് പ്രഥമ പരിഗണനയും ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട മേഖലകൾക്ക് ഊന്നലും നൽകി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിന് അംഗീകാരം. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിന് ബ്ലോക്ക് പഞ്ചായത്ത് യോഗം അംഗീകാരം നൽകി. 40,75,438 രൂപ വരവും 38,29,14,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് പുതിയ വർഷത്തേക്കുള്ള ബജറ്റ്. വിവിധ പ്രദേശങ്ങളെ ആശങ്കയിലാഴ്ത്തി ക്രമാതീതമായി കുറയുന്ന ഭൂഗർഭജല വിതാനം നിലനിർത്താനുള്ള പദ്ധതികൾക്ക് പ്രഥമ പരിഗണനയും ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട കാർഷിക മേഖലകൾക്ക് ഊന്നലും നൽകുന്ന ബജറ്റിൽ മുൻകാലത്തെ നേട്ടങ്ങൾ സംരക്ഷിക്കാനും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും സാധിക്കുന്ന പദ്ധതികൾക്ക് മുൻഗണനയും നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും വൈദ്യുതി ചാർജ്, ടെലിഫോൺ ചാർജ്, വാട്ടർ ചാർജ് എന്നീ ഇനത്തിൽ 9,10,000 രൂപ വകയിരുത്തുന്നു. പ്രിന്റിംഗ് ചെലവുകൾ, ഓഫീസ് സ്റ്റേഷനറി, മറ്റു ഭരണ ചെലവുകൾക്കായി 8,30,000 രൂപ വകയിരുത്തുന്നു. പരസ്യങ്ങൾ, പ്രചരണങ്ങൾ എന്നിവയ്ക്കായി 2,00,000 രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള വാഹനങ്ങളുടെ ഇന്ധന ചാർജ്, അറ്റകുറ്റപ്പണി, ഇൻഷുറൻസ് എന്നീ ചെലവുകൾക്കായി 8,20,000 രൂപ വകയിരുത്തുന്നു. അറ്റകുറ്റപ്പണി, വാടക എന്നീ ഇനങ്ങൾക്കായി 1,90,000 രൂപ വകയിരുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ അധ്യക്ഷനായി. ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C ചന്ദ്രൻ, PK സീന, അർജുൻ പവിത്രൻ, PM അതുൽ, B ഗീതമ്മ, P ഷേർലി എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ T അനിൽ, CP ബേബി സരോജ, KK രാജീവൻ, CP അനിത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപൻ തെക്കേപുരയിൽ, K സുബീഷ് എന്നിവരും സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.